ബസ് ഏർപ്പാടാക്കുന്നതിന് പല പ്രധാനപ്പെട്ട മന്ത്രിമാരും വളരെ ആദർശശാലികളായ മന്ത്രിമാരൊക്കെ പറഞ്ഞ ന്യായീകരണം എന്തായിരുന്നെന്നോ ഓരോ മന്ത്രിമാർക്കും അവരുടെ അനുബന്ധ ഉദ്യോഗസ്ഥർക്കും ഒക്കെയായി സഞ്ചരിക്കാൻ നിറയെ വാഹനങ്ങൾ ഓടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ ഒരു ബസ്സിൽ എല്ലാവരും കൂടി പോകുന്നത്. അത് പക്ഷേ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ മന്ത്രിമാരുടെ എല്ലാവരുടെയും വാഹനങ്ങളും ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും ഒക്കെ ഒപ്പം പോകുന്നു. അതുകൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് വാഹനങ്ങൾ ഓരോ ദിവസവും ഇവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഫയലുകളിൽ ഒപ്പിട്ട് വാങ്ങാൻ. എന്നിട്ട് സാർ അവിടെയാണ് പ്രശ്നം. ഇതെല്ലാം ഉണ്ടായിട്ടും എല്ലാം ഞങ്ങളുടെ പാവപ്പെട്ടവന്റെ നികുതി പണം എടുത്ത് നന്നായിട്ട് സുഖിച്ച് തിന്ന് കൊഴുത്ത് അർമാദിച്ച് അടിച്ച് ഒഴിച്ച് നടന്നിട്ട് നിങ്ങൾ നോക്ക്, തിരുവനന്തപുരത്ത് വന്ന മന്ത്രിമാർ 35 ലക്ഷം രൂപ വെച്ച് മാസം യാത്രാപ്പടി എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഞങ്ങൾ എന്താണ് സാർ ഞങ്ങൾ നിങ്ങളോട് പറയേണ്ടത്? CPM-കാരിൽ ആരെങ്കിലും ഒരു മന്ത്രിമാർ നേതാക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഭേദം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പായ വിരിച്ച് തെണ്ടിക്കൂടെ നിങ്ങൾക്ക്? ഞങ്ങളെ വിറ്റ് തിന്നുന്നതിന് പകരം